ജഗദീഷ് ചേട്ടൻ്റെ ഇതിനകത്ത് എൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ജഗദീഷ് ചേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പം ഇദ്ദേഹം ഈ കിണർ ഉദ്ഘാടനം ചെയ്യണമെന്ന്, അവിടുത്തെ കിണർ ഉദ്ഘാടനം ചെയ്യാണ്. അപ്പം നമുക്ക് തുരങ്കം വെക്കണം, നമ്മുടെ ടീമെല്ലാം ഈ തുരങ്കം വെക്കാൻ നടക്കുകയാണ്. ജഗദീഷ് ചേട്ടൻ, ജനാർദ്ദൻ സാറ്, അപ്പം എല്ലാവരും കൊണ്ട് ഇവരൊക്കെ പ്ലാൻ കെട്ടി വെച്ചിട്ടുണ്ട്. എന്താണ് ഈ ഉദ്ഘാടനം ചെയ്ത് ഇനി വരുമ്പോ തൊട്ടിക്കകത്ത് ഞാനാണ് ഇരിക്കുന്നത്. ഇവിടെ മത്താപ്പ എന്ന് എന്തൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ കാക്കിച്ച് തുപ്പണം ചേട്ടൻ്റെ മുഖത്തോട്ട്. അയ്യോ, എനിക്ക് അഭിനയിക്കാനാണെങ്കിലും ഇത് കുറച്ച് കൂടുതലാണ്. ഞാനൊന്ന് വിസമ്മതിച്ചു. നീ നടലല്ലേ, എനക്കെന്താ തുപ്പിയാല് എന്ന് പറഞ്ഞ് ഞാൻ അറിയാതെ തുപ്പുകയും ചെയ്തു. അത് ആ രംഗം ഞാനിപ്പോ ഓർത്തുപോയി. അല്ല, അത് അദ്ദേഹം വളരെ ഡെഡിക്കേറ്റഡ് ആണ്. ഇപ്പൊ ചാണകമൊക്കെ വാരിയിട്ട് ഈ കുഴിയിലൊക്കെ വീണിട്ട് പോകുന്ന കണ്ടില്ലേ? അതൊന്നും പുള്ളിക്ക് ഒരു പ്രശ്നമേ ഇല്ല. ജയചേട്ടൻ അഭിനയം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളാണ്. പറയുന്ന ഡയലോഗ് കൊടുക്കുന്നതായിരിക്കും, പക്ഷെ വേറെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് വേറെ പലതും വരുമ്പോ ഈ മുമ്പിലിരിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ ചിരിക്കും, അയാൾ അഭിനയിക്കാൻ മറന്നു. ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചതിനകത്ത് കാവടിയാട്ടം. അപ്പൊ ഇവിടെ ചുവര് അങ്ങോട്ടുണ്ട്, ഇവിടെ ഒന്ന് ഇങ്ങനെ എത്തി നോക്കുന്നിടയിൽ എത്തി നോക്കി അവരെ കാണുന്നു. ആ സീനേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ജഗദീഷ് ആ സമയത്ത് ആരും അറിയാതെ ഒരു തുമ്പിയെ പിടിച്ച് അവിടെ ഒട്ടിച്ചു വെച്ച് ഇവിടെ വന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ മൂക്കിൽ തുമ്പിട ഇത് പിടിച്ചപ്പോ തന്നെ അത് ഇങ്ങനെ പറക്കുകയും ഇത് ചിറകടിച്ച് ഇത് വെച്ചൊരു സംഭവമുണ്ട്. അത് അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ. മോന് മറ്റൊരു കാര്യം പറഞ്ഞുതരാം, രസകരമായിട്ടുള്ളൊരു കാര്യം. അതായത് ഇദ്ദേഹം പല തമാശകളും പറയുമ്പോൾ പറയും എനിക്ക് 2.5 അടി കുറവുണ്ടെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ എന്നൊക്കെ പറയാറുണ്ട്. സംഭവം സത്യമാണ്. കാരണം ഞങ്ങൾ അമേരിക്കയിൽ പ്രോഗ്രാമിന് പോയി, പുള്ളി നല്ല കൂർക്കം വലിച്ചു കിടന്നു. കൂർക്കം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 7.5 കട്ടയിലാണ് കൂർക്കം. ഇത്ര ഉള്ള ആളെങ്കിലും ഭയങ്കര കൂർക്കവും ഭയങ്കര ഉറക്കമാണ്. അപ്പൊ ഞങ്ങൾ വെളുപ്പാങ്കാലത്ത് പുള്ളിയെ ടബിനകത്ത് എടുത്തിട്ട് ഉണർത്തി. പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് ഉറങ്ങിയതാണ്. നമ്മളെല്ലാവരും കീശിട്ടുണ്ട്, എല്ലാവരും ഉറങ്ങി എടുത്ത് 7-8 മണിക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആണ്. അപ്പം ഞങ്ങൾക്ക് ഈ സെക്യൂരിറ്റി ഉണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഡബിൾ സെക്യൂരിറ്റി ഉണ്ട്. അതായത് 2 S എന്നായിരിക്കും ബോർഡിംഗ് പാസിൽ. അപ്പം അങ്ങനെ എൻ്റെ ബോർഡിംഗ് പാസിൽ 2. അതെ, അപ്പോൾ എൻ്റെ ബോർഡിംഗ് പാസിൽ ഡബിൾ സെക്യൂരിറ്റി എല്ലാവരുടെയും. അപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് കുറേ പേര് അങ്ങ് അവിടെ നിന്ന് കയറുന്നു, കുറേ പേര് ഇവിടെ നിന്ന് കയറുന്നു, അവരങ്ങോട്ട് തിരിച്ചു വിടുന്നു, ഇങ്ങോട്ട് തിരിച്ചു വിടുന്നു. അങ്ങനെ അപ്പോൾ സമയമാകുന്നു. അയ്യോ, നമ്മുടെ ഫ്ലൈറ്റ് 8 മണിക്കാണ്, ഇനി എങ്ങനെ? നമ്മൾ ജോബി എവിടെ? ജോബിയും കാണാനില്ല, ആരെയും കാണാൻ. എന്തായാലും കിട്ടുന്നവർ കയറി പോവാം എന്ന് പറഞ്ഞ് എന്നപ്പോഴത്തേക്ക് ജോബി അവിടെ കൂളായിട്ട് കാലുമേ കാലും കയറ്റിയിരുന്നു. എന്ത് ഇത്ര ലേറ്റ്? നമ്മുടെ അടുത്ത് നിങ്ങളവിടെ പോയി ബോർഡിംഗ് പാസ് വാങ്ങിച്ചു നോക്കിയപ്പം ഒരു രസേ ഉള്ളൂ. സംഭവം എവിടെ കൂടെ ഒക്കെ കയറിപ്പോയി, ആരും കണ്ടില്ല. അല്ലേ, ഓർമ്മയുണ്ടോ? അത് ഭയങ്കര ചെക്കിംഗ് ആണ്, ഭയങ്കര ചെക്കിംഗ്. സോക്സ് എന്ന് വേണ്ട, അണ്ടർവെയർ ഊരാത്ത ഭാഗ്യം. കാരണം അത്രയ്ക്ക് ചെക്കിങ്. അതിനിടയ്ക്ക് പുള്ളി ഒരു ചെക്കിങ് ഇല്ല, ഒന്നുമില്ല, ഗേറ്റിന്റെ അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു കിഴക്കാച്ചി കൂർക്കമാണിത്. കിഴക്കാച്ചി കൂർക്കം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ട്രെയിനിൽ കയറിയപ്പോ നമ്മുടെ അന്ന് മന്ത്രിയായിരുന്ന നമ്മുടെ മുനീർ സാറ് അതേ ഉറക്കെ തട്ടി വിളിച്ച് എന്താ ഒന്ന് കണ്ടിട്ട് പറയാണ്, ഓ ജോബി ഉറങ്ങി കിടക്കുമ്പോഴും ഇത്രയും വലിയ മിമിക്രി പറയുന്നു. അതേ ഉറങ്ങി കാണത്തില്ലല്ലേ? സത്യമല്ലേ ഇത്? പിന്നെ എനിക്കറിയാലോ. എൻ്റെ ചെറുപ്പകാലത്ത് ഉമ്മെന്ന് പറഞ്ഞു, സ്കൂളിൽ നഴ്സറി പഠിച്ചിരുന്നപ്പോൾ മാമനാരട കേമനാരട ഈ പാട്ട് പഠിച്ചോണ്ട് വന്ന് കാണിക്കുകയാണ് ആക്ഷൻ സോങ്. മാമനാരട കേമനാരട, അങ്ങനെയാണോ ആക്ഷൻ സോങ് കാണിക്കേണ്ടത്? മാമനാരട കേമനാരട. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല മോനെ, അങ്ങനെയല്ല. മാമനാരട ഇങ്ങനെ നിൽക്കണം, മാമനാരട കേമനാരട, അതാണ് അങ്ങനെ കാണിക്കുന്നത്. അതൊന്നും എങ്ങനെയാണ് ടീച്ചറോട് എങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ അടുത്ത് വന്ന് ഇങ്ങനെ കാണിച്ചു. ഇതാര് പഠിപ്പിച്ചത്? അച്ഛൻ പഠിപ്പിച്ചു. അച്ഛൻ പണ്ട് നമുക്കറിയാം ഇങ്ങനെയല്ല, ടീച്ചർ ഇങ്ങനെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിച്ചു തന്നു. വന്നല്ല ടീച്ചർ ഇങ്ങനെ എന്നെ പഠിക്കാൻ പറഞ്ഞു. അവനെ അത് കൊള്ളാമല്ല, അത് ഏത് ടീച്ചറാണ്? ഇത്ര ആക്ഷൻ
ഭയങ്കരമായിട്ട് അറിയുന്ന. ഞാൻ ചെന്ന് ടീച്ചറെ, എന്ത് ടീച്ചറെ ഇങ്ങനെയാണ് ആക്ഷൻ സോങ് പഠിപ്പിക്കുന്നത്? ഇങ്ങനെയാണ് ഇത് ആക്ഷൻ, ഇങ്ങനെയാണ് ഓരോ അർത്ഥങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഇതല്ലേ കൊടുക്കേണ്ടത്. എന്ത് കൊടുക്കേണ്ടത്? അവരങ്ങനെയാണല്ലോ കാണിച്ചത്. ഞാൻ എന്ത് കാണിച്ചത്? ബാക്കിയുള്ളവരെല്ലാം കറക്റ്റായിട്ട് കാണിച്ചല്ല. ഞാൻ ചെന്നാണ് ബാക്കിയുള്ളവർ കാണിക്കട്ടെ. അവരൊന്ന് കാണിക്കുകയാണ്. മാമലനാട്, കേരള നാട്. ഇതാണ് ഇവ അവിടെ മാമനാരടാ കേമനാരടാ. അച്ഛന്റെ മോൻ തന്നല്ലേ. ഏതായാലും സന്തോഷമായിട്ടിരിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, പഴയ കാര്യങ്ങളൊക്കെ കുറച്ച് പറയാൻ നമുക്കൊരു അവസരം കിട്ടിയല്ലോ. അതിന് നമ്മൾ എല്ലാരോടും ദൈവത്തിനോട് നന്ദി പറയുന്നു. സോ ഇതിലാരാ പുലി? പുലി ഷുവറാണല്ലേ? പുപ്പുലി. അപ്പൊ രണ്ടുപേർക്കും ആദ്യ ഒരു പുപ്പുലി പട്ട. എന്തായാലും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീം.